ഇവിടെ നമുക്ക് ഇന്നത്തെ ഡിയിലേക്ക് കിടക്കാം. The table represents the cost of production and profit percentage of sports utility companies Adidas and Nike over the years from 2001 to 2005. അതായത് രണ്ട് കമ്പനി ഉണ്ട്, അഡിഡാസ്, നൈക്കി. ഇവിടുത്തെ ഓരോ വർഷത്തെയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലാക്കിലും പിന്നെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അതിൽ ഇപ്പുറത്തെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഇവിടെ കുറേ ഇടം വേക്കൻ്റ്. ഈ വേക്കൻ്റ് ആയിട്ടുള്ളിടത്തൊക്കെ എന്തൊക്കെയാണെന്ന് ചോദ്യങ്ങളിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. If total sale of Adidas and Nike over 2001 is 798 lakh, അതായത് 2001 രണ്ട് കമ്പനിയുടെ ടോട്ടൽ സെയിൽ 798 ലാക്ക്. അതായത് ഇവർ 798 ലാക്കിൻ്റെ കച്ചവടം നടത്തി. അതായത് ഇവരുടെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ഡി ഐ പേഴ്സൻറ്റേജ് അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡി ഐ ആണ്. അപ്പോൾ പേഴ്സൻറ്റേജിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല സ്ട്രോങ് ആണെങ്കിലേ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധിക്കുക. ബാക്കി നോക്കി. ദെൻ ഫൈൻഡ് ദ ടോട്ടൽ കോസ്റ്റ് പ്രൊഡക്ഷൻ ഓഫ് നൈക്കി. അങ്ങനെയാണെങ്കിൽ നൈക്കിയുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. ഇവരുടെ ടോട്ടൽ സെയിൽ 798 ലാക്കാണ്. അപ്പോൾ നോക്കി, 2001 അഡിഡസിൻ്റെ കോസ്റ്റും പ്രോഫിറ്റ് പെർസെൻറ്റേജും ഉണ്ട്. നൈക്കിയുടെ കോസ്റ്റ് ഇല്ല, ഇത് നമുക്ക് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് പെർസെൻറ്റേജുണ്ട്. ഇവരുടെ ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത് 798 ലാക്കാണ്. അപ്പോൾ നോക്കി, ഇവിടെ നമുക്ക് അഡിഡസിൻ്റെ സെയിൽ കിട്ടും. ടോട്ടലിൽ നിന്ന് അഡിഡാസിൻ്റെ സെയിൽ കുറച്ച് കഴിഞ്ഞാൽ നൈക്കിയുടെ സെയിൽ കിട്ടും. നൈക്കിയുടെ കോസ്റ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് 40%, കോസ്റ്റിൻ്റെ 150% ഇവിടെ കിട്ടുന്ന ആ സെയിൽ. എന്നിട്ട് അവിടെ നിന്ന് കോസ്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 2001 അഡിഡാസിൻ്റെ സെയിൽ കണ്ടുപിടിക്കാം. കോസ്റ്റ് 320, പ്രോഫിറ്റ് പെർസെൻറ്റേജ് 40. അപ്പോൾ സെയിൽ കിട്ടാനായിട്ട് ഈ കോസ്റ്റിൻ്റെ കൂടെ 40% കൂട്ടുക. അതായത് 320 കൂടെ 320 40% കൂട്ടുക. 320 40% എങ്ങനെ എടുക്കുന്നത്? 320 10% എന്ന് പറഞ്ഞാൽ 32. അപ്പോൾ 40% എന്ന് പറഞ്ഞാൽ 32 × 4 ചെയ്യാം. അപ്പോൾ എത്ര ഇടും? 120ഉം 8ഉം 128. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 448 എന്ന് കിട്ടും. ടോട്ടൽ സെയിൽ 798. അതിൽ നിന്ന് 448 കുറയ്ക്കുക. അപ്പോൾ എത്ര ഇടും? 053. 350 നമ്മുടെ ഈ നൈക്കിയുടെ ആ വർഷത്തെ സെയിൽ. നൈക്കിയുടെ കോസ്റ്റ് നമുക്കറിയത്തില്ല. കോസ്റ്റിൻ്റെ 140% നമുക്കിപ്പോൾ കിട്ടിയ 350. നോക്കി, 140%. 7 വെച്ച് ചുട്ടിക്കഴിഞ്ഞാൽ 20% കിട്ടും. 7 ചുട്ടിക്കഴിഞ്ഞാൽ 50 വരും. അപ്പോൾ 20% 50. അപ്പോൾ 100% കിട്ടാൻ വേണ്ടിയിട്ട് × 5 ചെയ്താൽ പോരെ. അവിടെ × 5 ചെയ്യുക. അപ്പോൾ 5×5 250. 250 ലക്ഷം എന്ന് കിട്ടും നമ്മുടെ നൈക്കിയുടെ 2001 കോസ്റ്റ്. ഓക്കെ, അടുത്ത യൂത്തിലേക്ക് പോകാം. If total sales of Adidas and Nike together in 2002 is 1150 lakh. ഓക്കെ, 2002 ഈ രണ്ട് കമ്പനിയുടെ ടോട്ടൽ സെയിൽ 1150 ലാക്കാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് അഡിഡാസ് ടു ദാറ്റ് ഓഫ് നൈക്കി ഈസ് 5:4. 2002 ഇവരുടെ കോസ്റ്റിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:4 ആണ്. ഓക്കെ, 2002 രണ്ടുപേരുടെ കോസ്റ്റ് ഇല്ല. ഈ റേഷ്യോ നമുക്കറിയാം, 5:4. നമുക്കിതിനെ 5x എന്നും 4x എന്നും വിളിക്കാം. ആൻഡ് ഫൈൻഡ് ദ ഡിഫറൻസ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ ടു കമ്പനീസ് ഇൻ 2002. അങ്ങനെയാണെങ്കിൽ ആ കോസ്റ്റിൻ്റെ ആ രണ്ട് കമ്പനിയുടെയും ആ വർഷത്തെ കോസ്റ്റിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. നമ്മുടെ കയ്യിലുള്ളത് ആ വർഷത്തെ രണ്ടുപേരുടെയും ടോട്ടൽ സെയിൽ 1150. അപ്പോൾ നോക്കി, 2002 അഡിഡാസിൻ്റെ കോസ്റ്റ് 5x, പ്രോഫിറ്റ് 30%. അപ്പോൾ ഇവരുടെ ടോട്ടൽ സെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 5xൻ്റെ കൂടെ 5xൻ്റെ 30% കൂട്ടുക. അപ്പോൾ എത്രയാവും? 130%. ഇനി 2002 നൈക്കിയുടെ സെയിൽ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 4xൻ്റെ കൂടെ ഈ 25% കൂട്ടുക. അപ്പോൾ 4x 25% കൂട്ടി കഴിയുമ്പോൾ അത് 125% ആവും. ഈ 5 ഇങ്ങോട്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 650% എന്ന് വരും. 4 അങ്ങോട്ട് ഗുണിച്ചാലോ 400ഉം 100ഉം 500 എന്ന് വരും. അപ്പോൾ നോക്കി, 650% എക്സും 500% എക്സും രണ്ടും കൂടെ കൂട്ടിങ്ങി എത്ര കിട്ടും? 1150% ഓഫ് എക്സ് എന്ന് കിട്ടും. ഇതാണ് ഇവരുടെ ടോട്ടൽ സെയിൽ. ഇത് 1150 നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഇതും 1150, ഇതും 1150. ഇത് അങ്ങോട്ട് വിട്ട്. അപ്പോൾ 1% ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ 100% ഈക്വൽ ടു 100 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി 100. നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെ ഈ കോസ്റ്റിൻ്റെ ഡിഫറൻസാണ്. കോസ്റ്റ് 5x 4x ഡിഫറൻസ് എക്സ് അല്ലേ, അതിലൂടെ കിട്ടിയേക്കുന്നത് 100. അപ്പോൾ 100 ലാക്കാണ് ഇവരുടെ കോസ്റ്റിൻ്റെ വ്യത്യാസം 2002. മനസ്സിലായി? എങ്ങനെ എഴുതുന്നത്? അടുത്ത ക്വസ്റ്റിലേക്ക് പോകും.
The average sales of Adidas in the years 2004 and 2005 together is approximately what percent of the average sales of Nike in years 2003 and 4 together? ഓക്കെ, അതായത് 2004-ലെയും 2005-ലെയും അഡിഡാസിൻ്റെ ആവറേജ് സെയിൽ എന്ന് പറയുന്നത് 2003-ലെയും 2004-ലെയും നൈക്കിയുടെ ആവറേജ് സെയിലിൻ്റെ എത്ര പെർസെൻറ്റേജാണെന്ന് ചോദിച്ചത്. അപ്പോൾ അഡിഡാസ് 4.5, നൈക്കി 3.4. അഡിഡാസ് 4.5, നൈക്കി 3.4. ഓക്കെ, അപ്പോൾ നമുക്ക് അഡിഡാസിൻ്റെ 2004-2005-ലെയും ടോട്ടൽ സെയിലിൻ്റെ ആവറേജ് എടുക്കാം. അപ്പോൾ 2004-ലെ കോസ്റ്റ് 460, പ്രോഫിറ്റ് 45%. അപ്പോൾ സെയിൽ എത്രയായിരിക്കും? 460-ൻ്റെ കൂടെ ഈ 45% കൂട്ടണം, അപ്പോൾ അത് 145% ആവും. പ്ലസ് 2005-ലെ സെയിൽ കിട്ടാനോ അവിടുത്തെ കോസ്റ്റ് എടുക്കുക 510, പ്രോഫിറ്റ് 30% അല്ലേ, അപ്പോൾ അതിൻ്റെ 130% എടുക്കുക. ഇനി ഇതിൻ്റെ ആവറേജ് എടുക്കണം. ഇത് രണ്ടെണ്ണമില്ലേ, അപ്പോൾ ആവറേജ് എടുക്കാനായിട്ട് ഇൻറ്റു 1/2 ചെയ്യുക. ഇനി താഴെ എന്താ വരുന്നത്? നൈക്കിൻ്റെ ടോട്ടൽ സെയിൽ. നൈക്കിൻ്റെ 2003-ലെയും 2004-ലെയും ഇത് 440 കോസ്റ്റ്. അപ്പോൾ സെയിൽ കിട്ടാനായിട്ട് 440-ൻ്റെ കൂടെ 35% കൂട്ടണം, അപ്പോൾ അത് 440 ഇൻറ്റു 135% ആവും. പ്ലസ് ഇനി 2004-ലെ സെയിൽ അത് കിട്ടാനായിട്ട് ഈ കോസ്റ്റ്, അതായത് 470 ഇൻറ്റു 20% അല്ലേ, അപ്പോൾ 120% എടുക്കാം. ഇനി ഇതിൻ്റെ ആവറേജ് എടുക്കാം. അപ്പോൾ ഇതിനെ മൊത്തം 2 വെച്ച് ഡിവൈഡ് ചെയ്യണം, അതായത് ഇൻറ്റു 1/2. ഈ 1/2 ഈ 1/2 പോവും. ഇനി നമുക്കിത് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യാം. 460-ൻ്റെ 145%. 145% എന്ന് പറഞ്ഞാൽ 100% പ്ലസ് 45% എന്നാണ്. 460-ൻ്റെ 100% എന്ന് പറഞ്ഞാൽ 460 തന്നെ. ഇനി 45% എന്ന് പറഞ്ഞാൽ 90%-ൻ്റെ പകുതിയല്ലേ. 460-ൻ്റെ പകുതി എടുക്കുക, അപ്പോൾ 230 കിട്ടും. 230-ൻ്റെ 90% എടുക്കണം. 230-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 23, അപ്പോൾ 90% എന്ന് പറഞ്ഞാൽ 9 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 9 18, 180-ഉം 27, 270 കിട്ടും. അപ്പോൾ ഇത്രയും സാധനം ഇതായി. അപ്പോൾ എത്രയാണ്? 667. ഇനി 510-ൻ്റെ 130% കണ്ടുപിടിക്കണം. 510-ൻ്റെ 100% എന്ന് പറഞ്ഞാൽ 510 തന്നെ. ഇനി 510-ൻ്റെ 30% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 510-ൻ്റെ 10% 51, അപ്പോൾ 30% എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 3 ചെയ്യുക, അപ്പോൾ എത്ര കിട്ടും? 153 കിട്ടും. 153 കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 663 വരും. 667-ഉം 663 കൂടെ കൂട്ടുക, അപ്പോൾ എത്ര കിട്ടും? 7 10 0 ശിഷ്ടം 1, 6 12 13 ശിഷ്ടം 1, 6 12 13, 1330 എന്ന് കിട്ടി. മേളിലത്തെ സാധനം 1330. ഈ താഴെയോ 450-ൻ്റെ 135% എടുക്കണം. 450-ൻ്റെ 100% എടുത്താൽ 440. ഇനി 35% എന്ന് പറഞ്ഞാൽ 70%/2 ആണ്. 440/2 ചെയ്ത് കഴിഞ്ഞാൽ 220 കിട്ടും. 220-ൻ്റെ 70% എടുക്കണം. 220-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 22, അപ്പോൾ 70% എന്ന് പറഞ്ഞാൽ ഇത് ഇൻറ്റു 7 ചെയ്താൽ മതി. അപ്പോൾ എത്ര ഇടും? 7 × 14, 140-ഉം 14, 154. ഇപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 594 വരും. ഇനി ഇതെന്ത് വരും? 470-ൻ്റെ 120%. 470-ൻ്റെ 100% എന്ന് പറഞ്ഞാൽ 470. ഇനി 470-ൻ്റെ 20% എടുക്കണം. 470-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 47, 20% അതിൻ്റെ ഇരട്ടി. 47-ൻ്റെ ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ 80 94 വരും. അപ്പോൾ ഇതൊന്നും കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 4 6 5 564 വരും. 594-ഉം 564 കൂടെ കൂട്ടുക, അപ്പോൾ എത്ര കിട്ടും? 8. 9 15 5 ശിഷ്ടം 1, 5 10 11 11 58. അപ്പം മേളിൽ 13 30, താഴെ 11 58. ഇത് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. അപ്പോൾ നോക്കി, മേളിൽ 1330-ഉം താഴെ 1158 രൂപ. ഈ 1158-നേക്കാളും കൂടുതലല്ലേ ഈ 1130. അപ്പോൾ ഇവിടെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ എന്തായാലും 100%-ൽ കൂടുതലായിരിക്കും. കാണിച്ചു തരാം. 1158-നേക്കാളും കൂടുതലാണ് 1330. അപ്പോൾ പേഴ്സൻറ്റേജ് എന്തായാലും 100% പ്ലസ് ആയിരിക്കും. ഇനി 1158-നേക്കാളും എത്ര കൂടുതലായി 1130? 1158-ൻ്റെ കൂടെ 2 കൂട്ടിക്കുന്നത് 1160 ആവും. അതിൻ്റെ കൂടെ ഒരു 70 കൂട്ടിക്കഴിഞ്ഞാൽ അത് 1230 ആവും. 1230-ൻ്റെ കൂടെ ഒരു 100 കൂടെ കൂട്ടിയാൽ പോരെ 1330 ആവാൻ. അപ്പോൾ 1158-നേക്കാളും 172 കൂടുതലാണ് 1330. അതായത് 1158-ൻ്റെ 100%-നേക്കാളും
172 കൂടുതലാണ് ഈ 1330. ഇനി 172 1158 എത്ര പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, 1158 10% എടുത്തു കഴിഞ്ഞാൽ 115.8. അതിനേക്കാളും കൂടുതലല്ലേ ഈ 172. അപ്പോൾ ഇവിടെ ഒരു 10% കൂട്ടി എടുക്കുക. ഇനി 115.8 കൂടെ 0.2 കൂട്ടിക്കഴിഞ്ഞാൽ 116 ആവും. അതിനോട് 6 കൂട്ടിക്കഴിഞ്ഞാൽ 122 ആവും. 122 കൂടെ 50 കൂട്ടിക്കഴിഞ്ഞാൽ അത് 172 ആവും. ഇനി ഈ 56.2 1158 എത്ര ശതമാനം നോക്കിയാൽ മതി. ഇപ്പോൾ നോക്കി, 1158 10% എന്ന് പറഞ്ഞാൽ 115.8. അതിനാണെങ്കിൽ 1158 5% എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി എടുത്താൽ പോരെ. 115 പകുതി എടുത്താൽ എത്ര കിട്ടും? 50. 57.5 കിട്ടും. ഇവിടെ 0.8 4 കൂടി ഇടുക. അപ്പോൾ നോക്കി, ഇതിൻ്റെ 5% എന്ന് പറഞ്ഞാൽ 57.54. അതിനേക്കാളും കുറവല്ലേ 56.2. അപ്പോൾ ഇവിടെ ഒരു 5% ഇടുക. പക്ഷേ 5%-നേക്കാളും കുറവായിരിക്കും. അപ്പോൾ 100ഉം 10ഉം 110-നേക്കാളും കൂടുതലും 115-നേക്കാളും കുറവായിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻസ് ഒന്ന് നോക്കി, ഇവിടെ 114 കിടപ്പുണ്ട്. 110%-നും 115%-നും ഇടയ്ക്കെടുക്കുന്ന ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ടോട്ടൽ സെയിൽസ് ഓഫ് അഡിഡാസ് ആൻഡ് നൈക്കി ടുഗദർ ഇൻ 2005 is 1330 lakh, then find the profit percentage of Nike in 2005. 2005 ഇവർ ടോട്ടൽ സെയിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നൈക്കിയുടെ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിപ്പോൾ നോക്കി, 2005 അഡിഡാസിൻ്റെ കോസ്റ്റും പ്രോഫിറ്റും ഉണ്ട്, നൈക്കിയുടെ കോസ്റ്റ് ഉണ്ട് പക്ഷേ പ്രോഫിറ്റ് ഇല്ല. ഇവരുടെ ടോട്ടൽ സെയിൽ 1330 ആണ്. ടോട്ടൽ സെയിൽ 1330. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഈ അഡിഡാസിൻ്റെ സെയിൽ കണ്ടുപിടിക്കാം. 510 കോസ്റ്റാണ്, അതിൻ്റെ കൂടെ 30% കൂട്ടിയാൽ മതി. 510 10% 51, 30% എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 3. അപ്പോൾ എത്ര ഇടും? 150 3ഉം 153. അത് ഇതിനോട് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഇടും? 663 എന്ന് വരും. ഈ 663 ഇതിൽ നിന്ന് കുറയ്ക്കുക. 663 663-ൻ്റെ കൂടെ 7 കൂട്ടിക്കഴിഞ്ഞാൽ ഇത് 670 ആവും. 670-ൻ്റെ കൂടെ 60 കൂട്ടിക്കഴിഞ്ഞാൽ അത് 730 ആവും. വീണ്ടും ഒരു 600 കൂട്ടുക. അപ്പോൾ 667 നമ്മുടെ നൈക്കിയുടെ ഈ വർഷത്തെ സെയിൽ. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ്? 580-ൻ്റെ കൂടെ 7 കൂട്ടിയാൽ 587, പിന്നെ ഒരു 80 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 667 ആവും. അപ്പോൾ 87 നൈക്കിയുടെ പ്രോഫിറ്റ്. നൈക്കിയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 580 ഇൻറ്റു 100 ചെയ്താൽ മതി പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്തേ, ഇതും പോയി. 87 58 ഒരു തവണ പോവും. ബാക്കി എത്രയുണ്ട്? 58ഉം 9 67, പിന്നെ ഒരു 20 കൂടെ ഇല്ലുള്ളൂ. 290. 290-ൽ 58 എത്ര തവണ പോകുന്നു നോക്കി. 58 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ 250ഉം 40 290. അപ്പോൾ 5. അപ്പോൾ 15% കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് സെയിൽസ് ഓഫ് അഡിഡാസ് ഇൻ 2003 ടു ദാറ്റ് ഓഫ് നൈക്കി ഇൻ 2004? 2003 അഡിഡാസിൻ്റെ സെയിലിൻ്റെയും 2004 നൈക്കിയുടെ സെയിലിൻ്റെയും റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. 2003ഉം 2004. ഓക്കെ, 2003 അഡിഡാസിൻ്റെ സെയിൽ എത്രയായിരിക്കും? 420-ൻ്റെ കൂടെ 20% കൂട്ടുക. അപ്പോൾ 420-ൻ്റെ 120% ഡിവൈഡ് ബൈ 2004 നൈക്കിയുടെ സെയിൽ. നൈക്കിയുടെ കോസ്റ്റ് 470, സെയിൽ എത്ര? 20%. അപ്പോൾ ഇതും 120%. 120% പോയി, ഇതൊന്നും പോയി. 42:47 കിട്ടും നമ്മുടെ ആൻസർ. 42:47. ഓക്കെ, അപ്പോൾ കൂട്ടരെ നമ്മൾ ഇന്ന് ചെയ്ത് DIക്കകത്ത് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായുള്ളൂ. ബാക്കിയെല്ലാം വലിയ കുഴപ്പമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന കണക്കുകളായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ DI കിട്ടുമ്പോൾ DIക്കകത്ത് നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും, പാടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തു പോകും, എന്നിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ മാത്രമേ ഈ പാടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.